യോ ഗൈസ്, ഗുഡ് മോർണിംഗ് ഓൾ. ഖലീഫ ദി റൂളർ എന്ന് പറഞ്ഞ സിനിമ കണ്ടിരിക്കുകയാണ്. ഡയറക്റ്റഡ് ബൈ വൈശാഖ്, നമ്മുടെ പുലിയുരുകൻ, പോക്കിരി രാജ, മല്ലു സിംഗ്, സീനിയേഴ്സ്, അങ്ങനെ നിരവധി സിനിമകൾ ചിത്രീകരിച്ച് നിരവധി നല്ല നല്ല സിനിമകൾ ഉണ്ടാക്കിയവരാണ്. പുള്ളീൻ്റെ മുന്നത്തെ രണ്ട് സിനിമകൾ എനിക്ക് വർക്കായിട്ടുണ്ടായിരുന്നില്ല. മോൺസ്റ്ററും ടർബോയും രണ്ടും ഒരു ആവശ്യമില്ലാത്ത അറ്റംപ്റ്റ് ആയിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം അതിൽ. അപ്പോൾ ഈ സിനിമയിൽ പൃഥ്വിരാജ് സുകുമാരനാണ് മെയിൻ ലീഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് യു ഓൾ നോ എൽ ബ്രാൻഡ് ഈ സിനിമയിലുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞുതരാം. പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ജിനൂവി അബ്രഹാമാണ്. ജിനൂവി അബ്രഹാമിൻ്റെ പുതിയ പ്രൊഡക്ഷൻ കമ്പനിയിലാണ് വന്നിരിക്കുന്നത്. പുള്ളി തന്നെയാണ് സിനിമേൻ്റെ കഥ എഴുതിയിരിക്കുന്നത്. ജിനൂവി അബ്രഹാം ആരാന്നറിയാത്തവർക്ക് ആഡം ജോണിൻ്റെ ഡയറക്ടറാണ്. പിന്നീട് എന്താ പറയുക, സിനിമാറ്റോഗ്രാഫി ബൈ ജോമോൺ ടി ജോൺ ISC, എഡിറ്റഡ് ബൈ ചമൻ ചാക്കോ, മ്യൂസിക് ബൈ ജേക്സ് ബിജോയ്, പിന്നെന്താ പറയുക, സ്റ്റണ്ട് യാനിക് ബെന്നാണ്. അങ്ങനെ അത്യാവശ്യം പണിയറിയാവുന്നവരെല്ലാവരും കൂടി പണിയാൻ നോക്കിയ ഒരു സിനിമയാണിത്. എനിക്ക് ഈ സിനിമ കണ്ടിട്ട് പറയാനുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പോസ്റ്ററും ട്രെയിലറും ഇതെല്ലാം കട്ട് ചെയ്ത് ഇറക്കുമ്പോഴത്തേക്കും നമ്മളൊരുമാതിരി ആക്ഷൻ ഓറിയൻറ്റഡ് വയലന്റ് മോഡ് പടം കാണാൻ വേണ്ടി തിയേറ്ററിലോട്ട് കെട്ടിയിടിപ്പിച്ചിട്ട് ഒരുമാതിരി ഓഞ്ഞ ഫാമിലി ഡ്രാമ കാണിക്കരുത്. ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. ടർബോൻ്റെ ഒക്കെ അതേ അവസ്ഥ തന്നെയാണ് ഈ സിനിമ. ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരിടത്തും ഒരു എലിവേഷൻ പോയിന്റ് ഇല്ല, ഒരു രീതിയിൽ ക്യാരക്ടേഴ്സായിട്ട് കണക്റ്റ് ആവുന്നില്ല. അതാണെങ്കിൽ കഥയാണെങ്കിൽ സ്മഗ്ലിംഗ് ആണ്, ഏത് കാലത്ത് വിട്ട കഥയാണ്. അപ്പോൾ കഥയിൽ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ലെങ്കിൽ നിങ്ങൾ സ്ക്രീൻ പ്ലേ കുറച്ചുകൂടി നന്നാക്കുക, സ്ക്രീൻ പ്ലേ നല്ലോണം എഴുതുക. ഇതിപ്പോൾ ഈ സിനിമ ഞാൻ രാത്രി 10 മണിക്കുള്ള ഷോയ്ക്ക് കണ്ടാൽ കയറിയത്. 10 മണിക്കുള്ള ഷോയ്ക്ക് കയറിയിട്ട് 11 മണിയായിട്ടും ഇൻ്റർവെല്ലായിട്ടില്ല. ഞാൻ നോക്കുമ്പോഴത്തേക്കും ഒരുമാതിരി 1.5 മണിക്കൂർ കണ്ട ഒരു ഫീൽ ആയിരുന്നു എനിക്ക് അവിടെ. നല്ല നല്ല മൊമെന്റ്സ് ഉണ്ട്. ഞാൻ പറയട്ടെ, ടെക്നിക്കലി പടം അടിപൊളിയാണ്. മ്യൂസിക് ജേക്സ് കത്തിച്ചു വിട്ടിട്ടുണ്ട്. ചമന്റെ എഡിറ്റിങ്, ചമന് കുറച്ചും കൂടി ഒന്ന് പിടിമുറുക്കാൻ നിർത്തായിരുന്നു. പിടിമുറുക്കി എന്ന് നിർത്തുന്നെങ്കിൽ പടം വേറെ എന്താ പറയുക, കുറേ കൂടി കട്ട് ഷോട്ടൊക്കെ ചെയ്ത് അനാവശ്യ ഭാഗങ്ങളൊക്കെ ട്രിം ചെയ്ത് കളയുന്നത് ഈ കുഴപ്പമില്ലാതെ തന്നെ. സിനിമാറ്റോഗ്രാഫി പൊളി. ജോമോൺ ടി ജോൺ മാൻ തീ വിഷയം. പുള്ളി ഓടി നടന്നാണ് ഇതിനു വേണ്ടി പണിയെടുത്തത്. നമുക്ക് കാണാൻ പറ്റും. പ്രത്യേകിച്ച് ഫൈറ്റ് സീക്വൻസസ്. ഇതിലെ ഫസ്റ്റ് ഫൈറ്റ് സീക്വൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. രാജുവേട്ടൻ്റെ ആ ഒരു സാധനം, അങ്ങേരുടെ ലുക്ക്, അങ്ങേരുടെ സ്വാഗ്, ഫിസിക്ക്, ഒരുമാതിരി രണ്ട് രീതിയിലുള്ള ലുക്ക് ഉണ്ട്. വിഷയം. പുള്ളിയുടെ കോസ്റ്റ്യൂംസ് എല്ലാം സീനായിരുന്നു. ഇതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട ഘടകങ്ങൾ തന്നെയാണ് സിനിമയിൽ. പിന്നെ കൂടെ അഭിനയിച്ച് മറ്റേ നീൽനിതിൻ മുകേഷ് എന്ന് പറഞ്ഞ മറ്റേ കത്തിയിലെ വില്ലനാണ് ഇതിലെ വില്ലൻ. അങ്ങനെയൊക്കെ ചുമ്മാ കോമാളി കളിപ്പിച്ച് വിട്ടണേ. പിന്നെ മറ്റേ സഞ്ജു ശിവറാമുണ്ട്, ഷമ്മി തിലകഞ്ചേട്ടനുണ്ട്, രഞ്ജി പണിക്കറുണ്ട്, ഇന്ദ്രൻ സേട്ടനുണ്ട്. അങ്ങനെ കുറേ പേരുള്ള സിനിമയാണ് ഇത്. അപ്പോൾ ആമീർ അലി എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ പുള്ളീനെ വാഴ്ത്തി പാടി അവിടെ ഇവിടെയൊക്കെ പോകുമ്പോൾ ആമീർ അലി അങ്ങനെ ചെയ്തു, അഹമ്മദ് അലി ഇങ്ങനെ ചെയ്തു. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു സാധനം വേണ്ടേ? ആ ഒരു സംഭവമില്ല. ഞാൻ പറയുന്നില്ലേ, ഞാൻ ഭയങ്കര ഹൈ ആയിട്ട് നിന്ന 2-3 മൊമെന്റ്സേ ഉള്ളൂ. ഒന്ന് ഈ മറ്റേ മ്യൂസിക് വരും, അമീർ അലി അസറ അലി, ആ സാധനം വരുമ്പോൾ അടിപൊളിയായിരുന്നു. തിയേറ്റർ ഫുൾ ഔട്ടായിരുന്നു. ആദ്യത്തെ ഫൈറ്റ് സീക്വൻസ് കിടിലായിരുന്നു. പിന്നീട് സെക്കൻഡ് ഹാഫിൽ ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. അത് എന്താന്ന് ഞാൻ പറയുന്നില്ല. പൃഥ്വിരാജ് ഇല്ലാത്തൊരു ഫൈറ്റ് സീക്വൻസ് ആണ് പൃഥ്വിരാജിന്റെ വീട്ടിൽ നടക്കുന്നത്. പൊളി. വിക്രത്തിലെ ഏജന്റ് ടീനേനെ കണ്ട പോലത്തെ ഒരു സംഭവമായിരുന്നു. നമുക്ക് അവിടെ ഒരു സാധനം ഉണ്ടാവും, നമുക്ക് തോന്നും, അവിടെ നമ്മൾ ഇമോഷണലി കണക്ട് ആവും. അങ്ങനെ ചിലയിടത്തൊക്കെ എവിടെയൊക്കെയോ നമുക്ക് കണക്ട് ആവുന്ന രീതിയിലൊക്കെ ഉള്ള ഒരു ചുമ്മാ ഒരു പടം. അത് അയന്നെ പറിച്ചു വെച്ചിട്ടുണ്ട്, കടുവേന്ന് ചെറിയൊരു സാധനം പറിച്ചു വെച്ചിട്ടുണ്ട്, ലൂസിഫർ എങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ അങ്ങനത്തെ പല പല സാധനങ്ങൾ നമ്മൾ സിനിമ കാണുമ്പോൾ അവിടെ ഇതത് ഇങ്ങനെ നമുക്ക് തോന്നുന്ന രീതിയിൽ കുറേ സാധനങ്ങൾ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. എന്താണ് ഈ സിനിമ ഇങ്ങനെ ആയി പോയത് എന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷേ ടു ബി ഓണസ്റ്റ് എനിക്ക് ഭയങ്കര എന്താ പറയുക, ഒരു ബിലോ ആവറേജ് എക്സ്പീരിയൻസ് ആയിരുന്നു ത്രൂ ഔട്ട് ഈ മൂവി തന്നത്. പിന്നെ ലാലേട്ടൻ്റെ ആ ഒരു സംഭവം എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളീനെ കണ്ടപ്പോഴും ആ ഒരു ഹൈ ഒക്കെ കിട്ടി. പക്ഷേ അവിടെയും കൊണ്ടുവന്നിരിക്കുന്ന ഡയലോഗ്സ് ഒക്കെ എന്തോ നടയത്. നിങ്ങൾ ആ ഒരു ടെറൈൻ തന്നെ ചൂസ് ചെയ്യാൻ കാര്യം എന്താണെന്ന് എനിക്കറിയില്ല. മഞ്ഞ്, നേപ്പാള്, ഒരുമാതിരി ജാക്കറ്റ്, സ്വെറ്റർ, ഒരു എമ്പുരാൻ കിട്ടിയിട്ട് മതിയായില്ലേ? എന്തിനാണ് ആ എമ്പുരാനെ തന്നെ എല്ലാവരും ഇത് ലൂസിഫർ എമ്പുരാനൊക്കെ തന്നെ എല്ലാവരും ഇങ്ങനെ റീവാമ്പ് ചെയ്തെടുക്കാൻ നോക്കുന്നത്? എനിക്കത് മനസ്സിലാവുന്നില്ല. ഞാൻ പറയാം, പൃഥ്വിരാജ് ഈ സിനിമയിൽ പക്കയായിരുന്നു ആ ഒരു ക്യാരക്ടറിന്. പിന്നെ ഈ ഇതിലെ സ്മഗ്ലിംഗ് എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ, ലൈക്ക് വാളയാർ പരമശിവം ഓരോരോ രീതിയിൽ, അല്ലെങ്കിൽ അയലിലെ സൂര്യ പല പല രീതിയിൽ
സ്മഗ്ലയില്ലേ, അതൊക്കെ പോലെ തന്നെ ഒരു ഗോൾഡിൻ്റെ ഒരു വർഷം അവർ മറ്റേ കാപ്പിപ്പൊടിൻ്റെ അകത്ത് കയറ്റി വിടുന്നു, ചോക്ലേറ്റിൻ്റെ അകത്ത് കയറ്റി വിടുന്നു, അങ്ങനെ അങ്ങനെ പല പല രീതിയിൽ കറക്റ്റ് നമ്മൾ കണ്ടു കഴിഞ്ഞാണ്ടല്ലോ. ഞാൻ കണ്ടോണ്ടിരുന്നപ്പോൾ വാളയാർ പരമശിവത്തിന്റെ ആ സംഭവത്തിന്റെ അതേപടി അങ്ങ് മാറ്റിയെടുത്തിരിക്കുക. അതൊക്കെ പോട്ടെ, ഞാൻ പറഞ്ഞില്ലേ ലോജിക്കോ കാര്യങ്ങളോ ഒന്നുമല്ല നോക്കുന്നത്. ആക്ഷൻ ഓറിയന്റഡ്, ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്ട് അത്യാവശ്യം അടിപൊളിയൊക്കെ തന്നെയായിരുന്നു. ആ ഒരു രീതിയിൽ നമ്മളെ പറഞ്ഞ് അവർ മാർക്കറ്റ് ചെയ്യിപ്പിച്ച് ഇവർ ഏതൊരു മൊമെന്റിൽ അവർ പറഞ്ഞു ഇതൊരു ഫാമിലി ഡ്രാമയും കൂടി ആണ് കേട്ടോ. അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പറ്റില്ലേ, പടം പോയി, പടം കയ്യിൽ പോയി. ട്രെയിലർ എനിക്ക് വലിയ കാര്യമായിട്ട് വർക്കായിട്ടുണ്ടായിരുന്നില്ല. ആ ടീസറിന്റെ ആ ഒരു ഹൈപ്പിലേ നല്ലൊരു പടം പോയി കാണാനുള്ള മൈൻഡിലായിരുന്നു ഞാൻ. എനിക്കറിയില്ല ബാക്കിയുള്ളവർക്കൊക്കെ എന്താണ് ഈ സിനിമയെ കുറിച്ച് ഫീൽ ചെയ്യുന്നുള്ള കാര്യം എനിക്കറിയില്ല. ഒരുവിധം മിക്സഡൊക്കെ ആണെന്നാണ് ഞാൻ കേട്ടത്. ഇന്നിപ്പോൾ രാവിലെ ഇനി 10 ഫുഡ് മെനു കാണുന്നുണ്ട്. നല്ലൊരു സിനിമ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആം ഗെയിം മാറ്റി വെച്ചു, അതിന് എന്താണെന്ന് എനിക്കറിയില്ല. ചമനും ജെയ്ക്സും തന്നെയാണ് അതിൽ മണ്ണിട്ടുള്ളത്. സോ അതാണ് ഖലീഫ. എനിക്ക് പേഴ്സണലി അതാണ് ഖലീഫയെ കുറിച്ച് തോന്നിയത്. ഒരു നല്ലൊരു സിനിമ കാണണമെന്നുള്ളൊരു ആഗ്രഹത്തോടെ തന്നെയാണ് ഞാൻ പോയത്. അല്ല വന്ന് നെഗറ്റീവ് കോണ അടിക്കാൻ വേണ്ടിയൊന്നും ആയിരുന്നില്ല. പക്ഷേ സിനിമ അങ്ങനെ ആയിപ്പോയി. നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുക. ഓണം റിലീസാണ്, എല്ലാവരും കയറും. ബത്ലഹേമിന് എന്തായാലും ആൾ കയറും, ഇതിനും കയറും, അങ്ങനെ പൊട്ടറേ. സോ അത്രേ ഉള്ളൂ. എനിക്ക് പേഴ്സണലി ഒരു ബിലോ ആവറേജ് എക്സ്പീരിയൻസ് ആണ് ഖലീഫ ദി റൂളർ അല്ലെങ്കിൽ പാർട്ട് 1 ഈ ഒരു മൂവി എനിക്ക് തന്നത്. ബൈ ബൈ.